ഇന്ത്യയിൽ മാത്രം 3000-ൽ മേലെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇതിൽ ഏത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമുക്ക് അത്യാവശ്യം സേഫ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി എങ്ങനെയാണ് എങ്കിൽ എൻ്റെ റിസർച്ച് പ്രകാരം അത്യാവശ്യം കുറച്ച് എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും ഒരു ഡീസൻറ്റ് റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ടോപ്പ് ആയിട്ടുള്ള 3 സേഫ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫണ്ടാണ്. അതായത് ഫ്ലെക്സി ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫണ്ട് മാനേജ്മെന്റിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ലാർജ് ക്യാപ്പ് ആവട്ടെ, മിഡ് ക്യാപ്പ് ആവട്ടെ, സ്മോൾ ക്യാപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ ഓവർസീസ് ഫണ്ട് ആവട്ടെ, എല്ലാ സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഈ ഫ്ലെക്സി ക്യാപ് മാനേജറിന് ഉണ്ടാവുന്നതാണ്. സോ ആ കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ഫണ്ട് എന്ന് പറയുന്നത് പരാഗ് പരീഖ് എന്ന ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. കാരണം ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഇവർ ഗ്ലോബലായിട്ട് അമേരിക്കൻ മാർക്കറ്റിലും എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റ് പോലെ തന്നെ വളരെയധികം റെക്കഗ്നൈസ്ഡ് ഉള്ള വേറൊരു മാർക്കറ്റാണ് ഈ US മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ IT അതുപോലെ തന്നെ ഫാർമ സ്റ്റോക്സ് എല്ലാം വളരെയധികം പൊട്ടൻഷ്യലി സ്ട്രോങ് ആണ്. സോ ഇവർ ഓൾറെഡി US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ US മാർക്കറ്റ് മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഫണ്ടിലും അത്യാവശ്യം ഒരു ഡീസൻറ്റ് റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറും ഒരുപാട് കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ട് ഹൗസ് ആണ്. നല്ല രീതിയിൽ AUM സൈസും ഉണ്ട്. സോ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ തന്നെ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേരെടുത്തൊരു കമ്പനിയാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു മോഡറേറ്റ് റിട്ടേൺസ് നോക്കുന്നുണ്ട്, അത്യാവശ്യം കുറച്ച് സേഫ്റ്റി വേണമെന്ന് നോക്കുകയാണെങ്കിൽ ഫ്ലെക്സി ക്യാപ് തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അതായത് Nifty 50 എന്ന ഇൻഡെക്സ് ഫണ്ട്. Nifty 50 എന്ന ഇൻഡെക്സ് ഫണ്ട് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ വരുന്ന ആദ്യത്തെ 50 കമ്പനീസ്, റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക്, L&T, ഇൻഫോസിസ്, ഇതെല്ലാം ഇന്ത്യയിൽ വരുന്ന ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനീസാണ്. ഈ 50 കമ്പനീസിനെ അതേപോലെ തന്നെ ഫിൽട്ടർ ചെയ്ത് എടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടാണ് Nifty 50 എന്ന ഇൻഡെക്സ് ഫണ്ട്. കാരണം നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒരു പെർട്ടിക്കുലർ സെക്ടറോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കോ മേലോട്ട് പോകുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യൻ എക്കോണമി നല്ലോണം സ്ട്രോങ് ആയിട്ട് മേലോട്ട് പോകുന്നുണ്ടെന്നാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? Nifty 50 സെൻസെക്സും ആണ് വരുന്ന 2 ഇൻഡെക്സുകൾ. സോ നിർബന്ധമായിട്ടും ഈ 2 ഇൻഡെക്സുകൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് മേലോട്ട് പോയി എന്ന് പറയുള്ളൂ. സോ അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും Nifty 50 എന്ന കമ്പനീസിലെ എല്ലാ കമ്പനീസും പെർഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഫണ്ട്, അതായത് ഈ ഇൻഡെക്സ് ഫണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. മൂന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് ആക്സിസിന്റെ ഷോർട്ട് ടേം ഫണ്ടാണ്. അതായത് ഇതൊരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ബെറ്റർ റിട്ടേൺസ് കിട്ടാൻ വേണ്ടി നമ്മുടെ എല്ലാ പൈസയും നമ്മൾ മാർക്കറ്റിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സപ്പോസ് കോവിഡ് പോലെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി നടന്നതെന്നാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വീഴുകയും ചെയ്യും, നമുക്ക് അവിടെ ഒരു തരത്തിലുള്ള റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും, നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും അറ്റ് എൻഡ് ഓഫ് ഇറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മളൊരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹയസ്റ്റ് റിട്ടേൺസ് അല്ല നമ്മൾ ടോപ്പ് റേറ്റ് കൊടുക്കേണ്ടത്, വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. സോ അത്യാവശ്യം നമ്മൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ കൂടുതലും പൈസ പോകുന്നത് ട്രഷറി ബിൽസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, കോർപ്പറേറ്റ് ബോൺസ് ഇങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോറും നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് സപ്പോസ് ഡൗൺ ആയി കഴിഞ്ഞാൽ പോലും ഒരു ഡീസന്റ് റിട്ടേൺസ്, അതായത് ബെറ്റർ ദാൻ FDനേക്കാളും ഒരു റിട്ടേൺസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ആക്സിസിന്റെ ഷോർട്ട് ടേം ഫണ്ട് നമ്മൾ എടുക്കുകയാണെന്നാണെങ്കിൽ അത്യാവശ്യം ഇവരുടെ സൈഡിൽ നിന്ന് അത്യാവശ്യം ഒരു ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ബെറ്റർ റിട്ടേൺസ് തരാൻ ചാൻസ് ഉള്ള കോപ്പറേറ്റീവ് ബോൺസ്, അത് റേറ്റിംഗ് ഉണ്ട്, AAA, AA എന്നുള്ളതിൽ ഓരോ റേറ്റിംഗ് ഉണ്ട്. സോ ഇതിൽ റേറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്ത് അത്യാവശ്യം ബെറ്റർ ആയിട്ട് റിട്ടേൺസ് ഇടാൻ ചാൻസ് ഉള്ള കോപ്പറേറ്റീവ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ അത്യാവശ്യം കുറച്ച് ബാലൻസ്ഡും ആയിരിക്കും. സോ ഇവിടെ പറഞ്ഞത് ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല, പ്യുവർലി ഒരു അത്യാവശ്യം ബെറ്റർ റിട്ടേൺസ് വേണം, അതേപോലെ തന്നെ സേഫ്റ്റിക്കും ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഫാക്ടേഴ്സും കമ്പൈൻ ചെയ്തുകൊണ്ട് അതൊരു ഫ്ലെക്സി ക്യാപ്പും അതേപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടും ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സും ഇതിനെല്ലാം കൂടി ഒരു കംപ്ലീറ്റ് ബാലൻസ് ആയിട്ട് പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ചെറിയൊരു ഫ്രെയിം വർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. നിങ്ങൾ ഓരോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അത് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും സ്റ്റോക്സ് ആണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തി കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം എടുക്കുക. ഇതൊരു റെഫറൻസ് വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ഇനിയും കുറച്ച് ഇൻഫോർമേറ്റീവ് ഇതേപോലെ തന്നെ ഈ ഫ്രെയിം വർക്ക് എല്ലാം ഷെയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ കോണ്ടന്റ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.